ഈമുസാമ അങ്ങനെ ഫൈനലി കളത്ത് ഇറങ്ങാൻ പോവാണ്. വൺ പീസ് ചാപ്റ്റർ 1178 ലൂക്കിയും ലൂഫിയും കൂടെ ഈമുവിനെ ഫൈനലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ലൂഫി ഉണ്ടെങ്കിലും ലൂഫി കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ലൂക്കി തൻ്റെ ഐസ് ഹാമറായ റാഗ്നിയർ ഉപയോഗിച്ച് ഈമുവിനെ ഫ്രീസ് ചെയ്തു. എൽബാഫ് വീണ്ടും വളരെ സേഫ് ആയിരിക്കുകയാണ്, കാരണം എനിമീസിനെ എല്ലാവരെയും അവർ തോൽപ്പിച്ചു. ഡോമി റിവേഴ്സ്ഡ് ആയ ജയാൻസ് എല്ലാവരും തിരിച്ച് പഴയതുപോലെയായി. അതിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ടത് ചോപ്പറിനെയാണ്. ചോപ്പറിന് എന്തോ ഒരു മിസ്റ്റീരിയസ് പവർ ഉണ്ട്, കാരണം പുള്ളി ജയാൻസിനെ ഒന്ന് അടിക്കുമ്പോഴത്തേക്കും അവർ തിരിച്ച് പഴയതുപോലെ ആവുകയാണ്. ചിലപ്പോൾ പല ആൾക്കാരും തിയറൈസ് ചെയ്യുന്ന പോലെ ചോപ്പറിന്റെ ഡേൾ ഫ്രൂട്ട് ഒരു സാധാരണ ഹ്യൂമൻ ഫ്രൂട്ട് അല്ലെങ്കിലോ. മറ്റൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം ഈ ചാപ്റ്ററിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, തീ പിടിച്ച ലൈബ്രറിയിലെ ബുക്സും അതിൻ്റെ ഗാർഡിയനായ ബിബ്ലോ എന്ന ഔളിനെയും കാണാനില്ല. ലൂഫിയും ലൂക്കിയും ഈമുവും തമ്മിലുള്ള ഫൈറ്റിൽ നടന്ന മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, റോക്സ് ഡി സെബക്കിന് വരെ ഡോമി റിവേഴ്സ് ചെയ്ത ഈമുവിന് ലൂക്കിനെയും ലൂഫിനെയും ഡോമി റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈമു അത് പ്രതീക്ഷിച്ചതുപോലെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാം അവസാനിച്ചു എന്ന് തീരുമാനിക്കാറായിട്ടില്ല. കാരണം ട്രാപ്ഡായ ആ ഐസിൽ നിന്ന് ഈമുവിൻ്റെ ശരീരം പയ്യെ അപ്രത്യക്ഷമായി. നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ഈമുസാമ ഹോളി ലാൻഡിലെ ഫ്ലവർ റൂമിൽ ഗോറോസൈനോട് ഫോൺ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു വിട്ട് വരാം എന്ന് പറയുന്നത് കേട്ടാണ് ചാപ്റ്റർ തീരുന്നത്. അടുത്ത ആഴ്ച ബ്രേക്കില്ല. സോ ഈമു അങ്ങനെ ഫൈനലി ഫീൽഡിൽ ഇറങ്ങി കളിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോണേന്ന് ആർക്കും പറയാൻ പറ്റില്ല. അടുത്ത ചാപ്റ്ററിൽ എന്താണ് സംഭവിക്കാൻ പോണേന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക.